എന്തുകൊണ്ടായിരിക്കും ബി അശോകും അതോടൊപ്പം തന്നെ ബിജു പ്രഭാകറും ഒരു പിണറായി ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കുന്നത്? മുൻപ് ഇതേ ബി അശോക് തന്നെ പിണറായിയെ വളരെയധികം പ്രശംസിച്ചിട്ടുള്ളതല്ലേ? അല്ല, ബി അശോക് പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ആ സമയത്ത് തീർച്ചയായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പുറത്തു പറയേണ്ട രീതിയിൽ ഒരു ഭംഗി വാക്കുകൾ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് വിചാരിച്ചാൽ മതി. പിന്നെ അതിന്റെ പിന്നിലും ചില ഫാക്ടർ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് മനസ്സിലായിക്കൊണ്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഉമ്മൻചാണ്ടി ആണെങ്കിൽ നടക്കില്ല. ഈ പറയുന്ന പോലെ പവർ ഹൈവേസ് എല്ലാം തന്നെ നടപ്പിലാക്കിയത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറഞ്ഞാൽ നടക്കും. കാരണം കുറച്ചുകൂടി ഇപ്പൊ നമ്മൾ ചില ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡിങ് പവർ കുറെ കൂടി കൂടുതലായിരിക്കും. അതുപോലെ അധികാര കേന്ദ്രീകരണം നടക്കുന്നവരൊക്കെ പറഞ്ഞ ഒറ്റടിക്ക് കാര്യം മനസ്സിലായ. ഇപ്പൊ പണ്ട് നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. അതായത് നമ്മുടെ ലല്ലു പ്രസാദ് യാദവിന്റെ ഭാര്യ ഭരിച്ചിരുന്നല്ലോ, രാബ്രി ദേവ്, ബീഹാറിൽ. ഈ ബീഹാറിൽ ഭരിക്കുമ്പോ അവിടെ കാണുന്ന സാധു യാദവ് എന്ന് പറഞ്ഞ ഇവരുടെ അനിയനുണ്ട്. ഈ അനിയൻ വന്ന് അവിടെ ഫ്രണ്ടിൽ വന്ന് പുൽത്തകിടിയിൽ വന്നിരിക്കും ബംഗ്ലാവിന്റെ. അപ്പൊ ഒരുപാട് പാവപ്പെട്ട ഗ്രാമീണരായിട്ടുള്ള, നമുക്കറിയാലോ, ഷട്ടൊക്കെ ഇടാത്ത പാവപ്പെട്ട ഗ്രാമീണരായിട്ടുള്ള ആളുകൾ വന്ന് അവിടെ വന്ന് നിൽക്കും. അപ്പൊ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും അവരുടെ മക്കളും കൂടി, 2-3 മക്കളും 4 മക്കളും കൂടി വന്ന് അദ്ദേഹത്തിന്റെ കാലിലേക്ക് വീഴാണ്, സാധു യാദവിന്റെ. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ എഴുന്നേക്ക്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ ആ സഹായികളൊക്കെ പിടിച്ച് എഴുന്നേപ്പിച്ചു. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഭർത്താവിനെ ഇന്നലെ രാത്രി വന്ന് പോലീസ് പിടിച്ചിട്ട് പോയേക്കാണ്. എന്തോ മദ്യപിച്ചിട്ട് വന്ന് ചെറിയ ബഹളം ഉണ്ടാക്കിയിട്ട് പിടിച്ചിട്ട് പോയേക്കാണ്. പിടിച്ചിട്ട് പോയേക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇദ്ദേഹം മറ്റേ കൈ ഇങ്ങനെ കാണിക്കുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് ഫോൺ വരികയാണ്. അവിടുത്തെ എസ് പിനെ വിളിച്ചിട്ട് അരമണിക്കൂറിന് ഇവിടെ എത്തണമെന്നുണ്ട് എസ് പി. അരമണിക്കൂർ എത്തണമെന്ന് അരമണിക്കൂറിന് പുള്ളി എത്തി. പുള്ളി എത്തുമ്പോൾ ഇവര് മാറിയിരിക്കാണ്. ഇവരെ വീണ്ടും വിളിച്ചിട്ട് ചോദിച്ച് എന്താണ് ഇവരുടെ വൈഫിന്. അപ്പൊ അതിനു മുമ്പ് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തു. ആ പുള്ളി അന്വേഷിച്ചു. പുള്ളി പറഞ്ഞു സാറേ അത് FIR ആയി പോയിരുന്നു. സാറേ അത് FIR ആയി പോയിരുന്നു. അപ്പൊ ഈ പുള്ളിക്ക് സാധു യാദവിനൊന്നും യാതൊരു വിവരവും ബോധവും ഇല്ല. FIR എന്താണെന്ന് പുള്ളിക്ക് അറിയില്ല. പുള്ളിയെ സംബന്ധിച്ച് അധികാരം മാത്രമേ കയ്യിലുള്ളൂ. അപ്പൊ പുള്ളി ഒറ്റടിക്ക് പറയുന്ന ഒരു വാചകമുണ്ട്, FIR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അത് മറ്റേ ഇങ്ങനെ രേഖപ്പെടുത്തി പോയി, എഴുതി പോയി. അതൊക്കെ കീറിക്കളഞ്ഞേക്ക്. എന്നിട്ട് 1 മണിക്കൂറിന് ഇവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് എന്നെ വിളിച്ച് പറയണോ. ഇങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഇരുന്നുള്ള ഗുണം എന്താണെന്ന് അറിയാമോ? അവരെല്ലാം മറന്ന് എന്ത് ചെയ്യും, വർക്ക് നടക്കും. കാരണം ഈ ഒരു ഒറ്റ കമാൻഡിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ പിണറായി അതുപോലെ അറിയാൻ പാടില്ലാത്ത ഒരാളല്ല. പക്ഷെ പിണറായിയുടെ കമാൻഡിന് ഇതുപോലെയുള്ള പവർ ഉണ്ട്. ഇതുപോലെ ലല്ലു പ്രസാദ് യാദവ് ഇരുന്നപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, IIM അഹമ്മദാബാദിൽ അദ്ദേഹത്തെ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചു. എന്താണെന്നറിയാം, ഒരൊറ്റ കൊല്ലം കൊണ്ട് റെയിൽവേ ലാഭത്തിലായത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ആളുകളോ അല്ലെങ്കിൽ ഇപ്പൊ ഹിറ്റ്ലറെ പോലെയുള്ള ആളുകളോ ഒക്കെ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. അത് ഞാൻ പറയുന്നത് പിണറായി അങ്ങനെ ഹിറ്റ്ലറാണെന്നുള്ളതല്ല. പക്ഷെ പിണറായിയും അല്ലെങ്കിൽ CPM നേതാക്കന്മാർ ഭരിക്കുമ്പോൾ അങ്ങനെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. കാരണം അവർ നയപരമായി തീരുമാനിച്ചിട്ടായിരിക്കും വരിക. പിന്നെ അതിനകത്ത് വേറെ തർക്കങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. ആ സമയം കോൺഗ്രസ് ഒന്നും അങ്ങനെയല്ല. അത്യന്തം ലൂസായിട്ടുള്ള ഒരു സംവിധാനം ആയിരിക്കും. മനസ്സിലായി. അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന ബി അശോക് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തെ വിമർശിക്കുമ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരുന്നു എന്ന് വിചാരിക്കണം. നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ വിമർശിക്കാൻ ഈ പ്രശ്നം ഇന്ന് തുടങ്ങിയതല്ല അർജുൻ അറിയേണ്ടത്. ഈ പ്രശ്നം തുടങ്ങിയിട്ടുള്ളത് ഏതാണ്ട് 1.5 കൊല്ലമായി. ഞാൻ ഇദ്ദേഹത്തെ അനുകൂലിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുകൂലിച്ചല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം ട്രിബ്യൂണലിൽ പോവുകയും ഗവൺമെന്റിന്റെ പല ഉത്തരവുകൾക്കും ഉടനെ തന്നെ സ്റ്റേ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. 4-5 തവണ ഇദ്ദേഹം ട്രിബ്യൂണലിൽ പോയിട്ട് സ്റ്റേ മേടിച്ചിട്ടുണ്ട്. ഞാൻ അന്നേരം ഇദ്ദേഹമായിട്ട് സംസാരിക്കുകയും ഞാൻ അതിനനുസരിച്ച് വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഓഫീസൊക്കെ എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചു ചോദിച്ചാണ്. അപ്പൊ അതുകൂടാതെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇദ്ദേഹം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മേയർ മറ്റേ കളക്ടർ ബ്രോ എന്ന് വിളിച്ചിട്ടുള്ള മറ്റേ പ്രശാന്ത് IAS, അതുപോലെ തന്നെ ബിജു പ്രഭാകർ പഴയ തച്ചടി പ്രഭാകരന്റെ മകനാണ്, കോൺഗ്രസ്സുകാരന്റെ മകനാണ്. അദ്ദേഹം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇവരെല്ലാവരും തന്നെ ഗവൺമെന്റിനെതിരാകുമ്പോൾ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് എന്തോ, കാരണം ഇവരൊന്നും അഴിമതിക്കാരായിട്ട് പേര് കിട്ടവരില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഗവൺമെന്റ് ഒരു എതിരായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഗവൺമെന്റിനെതിരെ ആളുകൾക്ക് ഒരു അവിശ്വാസം ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഇതാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി ബിജു പ്രഭാകറും ഇദ്ദേഹവും ഒക്കെ ഇപ്പൊ ഈ ബി അശോകിനോടൊക്കെ തന്നെ എനിക്കൊരു ബഹുമാനം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം 8 മാസത്തോളം KSEB ഇരുന്നാണ്. അപ്പൊ KSEB ഇരുന്നപ്പോൾ അദ്ദേഹം പലപ്പോഴും മറ്റേ വളരെ കൃത്യമായി ഭരിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരു പ്രതീതി നമുക്കൊക്കെ സൃഷ്ടിച്ച ഒരാളാണ്. ഈ പ്രതീതി നിർമ്മാണത്തിനൊക്കെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം അത് മാധ്യമങ്ങളൊക്കെ കൂടിയാണ് തീരുമാനിക്കണം ആരെ എന്ത് ചെയ്യണം, നന്നാക്കണം. അതുപോലെ തന്നെ ഈ ബിജു പ്രഭാകർ ഇരുന്നപ്പോ മറ്റേ മെഡിക്കൽ സർവീസസ് അതോറിറ്റി, അതായത് കേരളത്തിന്റെ ഈ പറയുന്ന പോലെ ആരോഗ്യരംഗത്തേക്ക് വേണ്ടിയുള്ള എല്ലാ മെഡിസിനും മേടിക്കുന്നത് അവരാണ്. അപ്പൊ അന്ന് ബിജു പ്രഭാകർ എടുത്ത ഒരു പ്രസ്താവന താങ്കൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് ഈ പട്ടികളെ സംരക്ഷിക്കണമെന്ന് പറയുന്നവരൊക്കെ തന്നെ
മറ്റേ പേപ്പർ ടി വാക്സിന്റെ ഒക്കെ വിഷബാധയുടെ എതിരെയുള്ള വാക്സിൻ കമ്പനികളാണ് ഇവരെ എന്ത് ചെയ്യുന്നത്, ഫണ്ട് ചെയ്യുന്നത് എന്ന് പറയുകയും ഈ ഇതിൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുപോലെ ഇപ്പൊ മറ്റേ നമ്മുടെ നേരത്തെ പറഞ്ഞ കളക്ടർ പ്രോയൊക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന ആളാണ്. ഇപ്പൊ മുമ്പ് നരേന്ദ്രമോദിയെ പ്രശംസിച്ചിട്ടുള്ളതാണ്. വൈ ഐ വെന്റ് ടു മറ്റേ ശിവഗിരി സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദിയൊക്കെ ഒരുപാട് പ്രശംസിച്ച വ്യക്തിയല്ലേ. അന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ മൊത്തം എതിർത്തപ്പോഴും ഇദ്ദേഹം അല്ല, ഇതിലെല്ലാം ഈ പറയുന്ന ആളുകൾ, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ഓക്കെ, ഇതൊക്കെ അവർ പലവരെയും പ്രശംസിച്ചിട്ടുണ്ട്. അതിപ്പോ പ്രധാനമന്ത്രി എന്നുള്ളതൊക്കെ അദ്ദേഹത്തെ പ്രശംസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്, അതും പ്രശംസിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അദ്ദേഹം പൊട്ടിത്തെറിച്ചേക്കാണ് ചെയ്തേക്കുന്നത്. കാരണം കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ ഓർഡർ കൊടുത്തത് അതിപ്പോ April 9 തന്നെ വലിയ നിലപാടാണ് അദ്ദേഹം എടുത്തത്. April 9 ഈ ഗവൺമെന്റിന്റെ കാലാവധി ജനങ്ങൾ ഡിസ്മിസ് ചെയ്താണ്. അപ്പൊ പുതിയ ഗവൺമെന്റ് ഇത് പിൻവലിച്ചോളും, അതുകൊണ്ട് ഞാനൊരു ബാഡ്ജായി കുത്തിയിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു. കാരണം ഈ പറയുന്ന തദ്ദേശ ഭരണത്തിന്റെ റിഫോംസിന്റെ പരിഷ്കരണ വകുപ്പ് എന്ന് പറഞ്ഞൊരു വകുപ്പ് ഉണ്ടാക്കുകയും വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെ ഇരുത്തേണ്ട പോസ്റ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ട് ഇരുത്തുക ചെയ്തിട്ടുണ്ട്. അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇതിനകത്തുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് അറിയാം. ആ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു തന്നെ. ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജയതിലകാണ്. ഇവരുടെ എല്ലാം എതിരായിട്ട് ജയതിലകാണ്. ജയതിലകിന്റെ ബോസായിട്ട് ഇദ്ദേഹം ഇപ്പൊ ഈ ബി അശോക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് KM എബ്രഹാമാണ്. കാരണം KM എബ്രഹാം നമ്മൾ കിഫ്ബിയുടെ CEO ആണ്. അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്. പലപ്പോഴും 2 ലക്ഷം രൂപ മറ്റേ അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷനൊക്കെ മേടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഇത് ഓണറേറിയം ഒക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ വിമർശനങ്ങളൊക്കെ ഞാനടക്കം ഉന്നയിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ഇത് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കുമ്പോൾ എന്താണെന്നറിയോ, ഈ KM എബ്രഹാം എന്ന് പറയുന്ന ഒരാള് IIT കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. IIT ഇത് പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ 5 ലക്ഷം രൂപയൊന്നുമല്ല ഇക്കാലത്ത് ശമ്പളം കിട്ടുന്നത്. അതിൽ കൂടുതൽ കിട്ടും. മനസ്സിലായോ? ഇപ്പൊ IIT എന്നൊക്കെ പഠിച്ചിറങ്ങുന്ന ഇപ്പൊ ഖരഗ്പൂർ IIT എന്നോ അല്ലെങ്കിൽ ചെന്നൈ IIT എന്നോ അല്ലെങ്കിൽ ബോംബെ IIT എന്നൊക്കെ പഠിച്ചിറങ്ങുന്നവർക്ക് പഠിച്ചിറങ്ങുമ്പോൾ തന്നെ കിട്ടുന്നത് 10 കോടി രൂപയൊക്കെ പാക്കേജാണ്. എന്ന് പറഞ്ഞാൽ ആനുവലി 1 കോടി രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയൊക്കെ ഒരു പാക്കേജ് ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അവരിവിടെ പറഞ്ഞാൽ അത്തരത്തിലുള്ള മിടുക്കന്മാരെ പിടിച്ചെടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ശമ്പളമൊക്കെ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ബി അശോക് ഇതിൽ ഉയർത്തുന്ന കാര്യം എന്ന് വെച്ചാൽ 12ഓളം വരുന്ന വിരമിച്ച IAS ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ നൽകിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പൊ സുഖസൗകര്യങ്ങൾ നൽകുന്നതല്ല, കീ പോസ്റ്റുകളിലേക്ക് അത്തരത്തിലുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ വേണമെങ്കിൽ ഗവൺമെന്റ് എടുത്തു വെക്കണമെന്ന് വെച്ചാൽ വെക്കേണ്ടി വരും. കാരണം കിഫ്ബി പിന്നെ 138 കോടി രൂപ നടക്കി പരസ്യം കൊടുത്തു എന്നൊക്കെയാണ് പറയണത്. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കട്ടെ. ഇപ്പൊ ഏത് ഗവൺമെന്റ് ഇരുന്നാലും 135 കോടി രൂപ ഉമ്മൻചാണ്ടി പരസ്യം കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റുകൾ അവരുടെ പ്രതിച്ഛ വർദ്ധിപ്പിക്കാനുള്ള പരസ്യമൊക്കെ കൊടുക്കും. മനസ്സിലായി? ഈ പറയുന്ന ആളുകളെന്ന നരേന്ദ്രമോദി കൊടുക്കുന്ന പരസ്യത്തെ കുറിച്ചിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. നരേന്ദ്രമോദി കൊടുക്കുന്ന പരസ്യം പോലും അല്ലല്ലോ. തെലങ്കാനയിൽ ഇവിടെ വന്നിട്ട് പരസ്യം കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. തെലങ്കാന ഇവിടെ വന്നിട്ട് ജാക്കറ്റ് പരസ്യങ്ങളാണ് കൊടുക്കുന്നത്. അതായത് കോടിക്കണക്കിന് രൂപയ്ക്ക് പരസ്യം കൊടുക്കണം. പരസ്യമൊക്കെ എല്ലാവരും കൊടുക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, തെലങ്കാന ഗവൺമെന്റ് ഇവിടെ പരസ്യം കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏത് ഇപ്പൊ രേവന്ത് റെഡ്ഡി മാത്രമല്ല, ഇതിനു മുമ്പ് ഇരുന്നിട്ടുള്ള മറ്റേ അദ്ദേഹത്തോടൊക്കെ ഇവിടെ ചന്ദ്രശേഖര റാവുടൊക്കെ നിരവധി തവണ പരസ്യം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെയൊക്കെ ആളുകൾ വെറുതെ അവരുടെ ഇമേജ് പരസ്യം കൊടുക്കും. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ വിചാരിക്കുന്നത് ഈ 2 കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഒന്ന്, തീർച്ചയായിട്ടും ഇത് ഗവൺമെന്റിന് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവരുടെയൊക്കെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായാണെന്ന് പറയാൻ തോന്നുന്നത്. പക്ഷെ എനിക്കിപ്പോഴും ഗവൺമെന്റ് ഇതിനകത്ത് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റാത്ത എന്തുകൊണ്ടെന്ന് അറിയാം. അതിന്റെ ചില തിരിച്ചറിവുകളാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതെന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ജേക്കബ് തോമസ് ഇതുപോലെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായുണ്ട്, വളരെ മിടുക്കനാണെന്നൊക്കെ നമ്മൾ തോന്നിയ വ്യക്തിയാണ്. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത നിലപാട് എന്താണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം അദ്ദേഹം ഒരു യൂട്യൂബ് ചാനൽ തന്നെ നടന്നിട്ട് അതുപോലും പ്രോപ്പർലി നടക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായേ? ഒന്ന്. ഇനി അടുത്തത്, നമ്മൾ ഈ പറഞ്ഞ പോലെ സെൻകുമാർ, ശരിയാണ്, അഴിമതി ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പുറത്തോട്ട് പറയുന്നത് എന്താ, കൊറോണ കേരളത്തിലേക്ക് വരില്ല, കൊറോണ എന്ത് ചെയ്തോളും, തണുപ്പ രാജ്യത്ത് ജീവിക്കുള്ളൂ, ഇനി കേരളത്തിൽ വന്നാൽ തന്നെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എന്ത് ചെയ്തോളും, പോയി താമസിച്ചോളും, ചൂട് സഹിക്കാൻ പറ്റില്ലെന്നാണ്. ഇത് ഇവിടെ നിന്നാണ് ഇവർക്ക് ഈ ഇൻഫർമേഷൻ കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി 3ാമത്തെ ആളെന്ന് പറഞ്ഞാൽ ശ്രീലേഖ. അത് പിന്നെ പറയണ്ട, ഇരുന്നപ്പോഴും എല്ലപ്പോഴും ഒരുവല്ലേ. 4ാമത്തെ കാര്യം എന്താണ്? 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ശ്രീധരൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ശ്രീധരനോ, ഇപ്പൊ താങ്കൾക്ക് പോലും ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ താങ്കൾ ഒരു BJP കാരനാണെന്ന് വിചാരിക്കും. BJPയുടെ ഒരു സാധാരണ പ്രവർത്തകൻ പോലും പറയും ഇവിടെ BJP മുഖ്യമന്ത്രി വരുമെന്ന്? ഇല്ല, ഒരിക്കലും പറയും. വരുമോ? അതിനായിട്ട് ഓഫീസ് വരെ തുറന്നു വ്യക്തിയാണ് പുള്ളി. ഓഫീസ് കൂടി തുറന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ വെറുതെ പറയണമെങ്കിൽ ഒക്കെ ഒരു വെറുതെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതൊക്കെ എല്ലാവരും പറയും. ഇപ്പൊ VS അച്യുതാനന്ദൻ പറയുമല്ലോ 20-ൽ 20 കിട്ടുമെന്നൊക്കെ എന്ത് ചെയ്യും
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പറയാം. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, എം എൽ എ ആകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് ഓഫീസിൽ പോയി തുറന്നു എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരു സാമാന്യ ബോധമില്ലാത്ത ഒരാളായിരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ അൽഫോൺസ് കണ്ണന്താനം. ഇനി അൽഫോൺസ് കണ്ണന്താനം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. പ്രധാനമന്ത്രി ഞാനില്ലെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി എന്നെ വിളിച്ച് കിട്ടാത്തതുകൊണ്ട് 3 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അയാളുടെ വൈഫൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്. അല്ല അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞത് ഇത് IAS ഗവൺമെന്റ് ഇരുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടോമടക്കനൊക്കെ പോട്ടെ, പ്രൈവറ്റ് ഇരുന്നവരാണ്. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയുണ്ട്, അത് പറയാതെ പോകാൻ പറ്റില്ല, സിബി മാത്യൂസ്. നമ്മളൊക്കെ വായിച്ചു തുടങ്ങി വരുന്ന കാലഘട്ടം മുതൽ സിബി മാത്യൂസിനെ കുറിച്ച് പറഞ്ഞു വന്നത് ആദർശധീരനായ, അതുപോലെ തന്നെ അഴിമതി രഹിതനായ, അതുപോലെ അതിമിടുക്കനായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആണെന്നാണ് പറഞ്ഞത്. നമ്മൾ കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞ് പിന്നെ വായിക്കാൻ തുടങ്ങിയപ്പോൾ നോക്കുമ്പോൾ സിബി മാത്യൂസ് പോയി നമ്പി നാരായണന്റെ മുമ്പിൽ ഇരുന്നിട്ട് കാല് പിടിക്കുകയാണ്. എന്തിനാണെന്ന് അറിയാമോ? 2 കാര്യങ്ങളുണ്ട്, അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഒന്ന്, ചാരക്കേസ് എന്തായിരുന്നു? ചാരക്കേസ് വ്യക്തമായി സൃഷ്ടിച്ചതായിരുന്നു. ആരാണ് അന്വേഷിച്ചത്? സിബി മാത്യൂസ്. രണ്ടാമത്തെ കാര്യം, ബ്രാഹ്മണ ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? കാലുപോയി പിടിക്കുകയാണ്. അപ്പൊ 2 കാരണങ്ങൾ കൊണ്ടും എന്താണെന്ന് തെളിഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഇപ്പൊ ഈ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വരിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നാളെ നമ്മൾ ഇവരെ പുകഴ്ത്തിയോ ഇവരോട് എന്തെങ്കിലും പറയുകയോ ചെയ്യും. മറ്റന്ന് ഇവരെടുക്കുന്ന നിലപാട് കാണുമ്പോൾ നമ്മൾക്ക് തന്നെ സങ്കടം വരികയും നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമായിട്ട് കുമ്പസാരിക്കുകയൊക്കെ വേണ്ടി വരും. അല്ല, ശരിക്കും ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഇവിടെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാതൃഭൂമിയോ മനോരമയോ ഒക്കെ വിചാരിച്ചാൽ ഒരു എഴുത്തുകാരനെയും ഒരു വലിയ ബ്യൂറോക്കാരനെയും ഒക്കെ സൃഷ്ടിക്കാൻ പറ്റുന്നത് പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ചാനലുകളും യൂട്യൂബ് വീഡിയോകൾ നടത്തുന്ന ആളുകളും ഒക്കെ വിചാരിച്ചാലും ഇപ്പൊ അത്യാവശ്യം ഒരാളുടെ ഇമേജ്, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കാൻ പറ്റും. ഇപ്പൊ ഈ പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ, എനിക്ക് ഈ രാഷ്ട്രീയ സിനിമകളൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പോയി കണ്ടാണ് കേട്ടോ. രാമലീലം പ്രതിച്ഛായക്ക് എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ മറ്റേ മാധ്യമങ്ങളോട് എനിക്ക് ഭയങ്കര വല്ലാത്ത ഭ്രമമുള്ളത് കൊണ്ടിട്ട് ഞാൻ നാരദ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 4-5 വട്ടം കണ്ടിട്ടുണ്ട്. ശരിക്കും ബോറൻ സിനിമയാണ്, പക്ഷേ 4-5 വട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒരു സിനിമ ഞാൻ കാണാറില്ല. പത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പത്രം മാത്രമാണ് ഞാൻ തിയേറ്ററിൽ പോയി 2 തവണ കണ്ട ഏക സിനിമ. മനസ്സിലായി? അത് എനിക്ക് അന്ന് മുതലേ ഇതിനോട് വലിയ അഭിനിവേശം ഉള്ളതുകൊണ്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഈ പറയുന്ന ആളുകളെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർ മറ്റന്നാ പറയാൻ പോണ എന്ത് പണ്ടത്തിലിരിക്കും നമുക്കറിയാൻ ഒരു താമസം. അതുകൊണ്ട് ചിലപ്പോൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവരുടെയൊക്കെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റിയിൽ എന്തെങ്കിലും കുഴപ്പമുള്ളത് കൊണ്ടുകൂടി ആയിരിക്കും ചിലപ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്. ഇവരെയൊക്കെ ഈ പ്രകാരം നമുക്കറിയില്ല. ഇത് രാജുനാരായണ സ്വാമിയുടെ കേസൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ 150 പേരുടെ കാര്യം പറയാം. ഞാനിപ്പോ ചിലരുടെ ഒന്നും കാര്യം പറയാത്തത് അവരൊക്കെ എനിക്ക് പരിചയമുള്ളതുകൊണ്ടാണ്. മനസ്സിലായി? അപ്പൊ നമ്മൾ അറിയണത് ഇപ്പൊ ചില ആളുകളെ കുറിച്ച് നമ്മൾ ധരിക്കുന്നത്, ഇപ്പൊ ജ്ഞാനേഷ് കുമാർ എറണാകുളത്ത് കളക്ടറായിരുന്നപ്പോ നമുക്കറിയായിരുന്നു അദ്ദേഹത്തിന് കോർപ്പറേഷനൊക്കെ ചാർജ് ഉണ്ടായിരുന്ന ആ സമയത്ത്. മനസ്സിലായോ? അപ്പൊ ആ കോർപ്പറേഷൻ അന്ന് മേയറില്ല, അദ്ദേഹമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം അന്ന് ഇദ്ദേഹം മിടുക്കനാണെന്നാണ് നമ്മൾ വിചാരിക്കണം. ഇദ്ദേഹം ഒരു 3/4 ടീഷർട്ടൊക്കെ ഇട്ട് രാത്രി വരെ 7 മണിക്കൊക്കെ വന്ന് അവിടെ ഇരിക്കുകയും 12 മണി വരെ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു ഓഫീസിൽ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? വലിയ പ്രധാനപ്പെട്ട കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ഇവർ ചിലപ്പോൾ ഇവരുടെ റിട്ടയർമെന്റ് സ്റ്റേജ് എത്തുമ്പോഴോ ഇവർക്കൊരു പ്രായം കഴിയുമ്പോഴോ ഒക്കെയാണ് ഇത് പുറത്തേക്ക് പലപ്പോഴും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഒരു കാര്യം തുറപ്പിച്ച് താങ്കളുടെ അടുത്ത് പറയാം. ഒരു കാര്യം, ഇവര് 3 പേര്, ഇപ്പൊ ബിജു പ്രഭാകർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ബി അശോക് ആണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ ശ്രീലേഖയൊക്കെ പോട്ടെ, ഇപ്പൊ നിലവിലുള്ള സർവീസിലുള്ള ആളുകൾ ഈ 3 പേര് ഉയർത്തിയിട്ടുള്ള കലാപത്തിന്, ഈ കളക്ടർ പോയൊക്കെ ഉയർത്തിയിട്ടുള്ള കലാപത്തിന്, പ്രശാന്തൊക്കെ ഉയർത്തിയിട്ടുള്ള കലാപത്തിന് യഥാർത്ഥത്തിൽ ഒരു ഡാമേജ് ഗവൺമെന്റ് ഉണ്ടാവും. അതിന്റെ പ്രശ്നം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരാണെന്ന് കൂടിയാണ്. ഇപ്പൊ ജയതിലക ഉണ്ട്. ജയതിലക അല്ലെങ്കിൽ തന്നെ കറപ്റ്റഡ് ആണ് എന്ന് പൊതുവെ ആളുകൾ ധരിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇത്രയും കറപ്റ്റഡ് ആയിട്ടും അദ്ദേഹം ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇതിൽ ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ഗവൺമെന്റിൽ എപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം ഈ സർക്കാരിനൊക്കെ ഒരു വലിയ ചോയ്സിന് വലിയ കുഴപ്പമുണ്ട്. കാരണം വെച്ചാൽ നാളെ 25 വയസ്സുള്ള ഒരു ആളെ പിടിച്ച് നേരെ ചീഫ് സെക്രട്ടറി ആക്കാൻ കഴിയില്ല. അല്ല, പക്ഷേ എന്നും ഈ പിന്നെ ഇതിലൊക്കെ പിന്നിൽ എനിക്ക് പലപ്പോഴും ഇപ്പൊ ഞാൻ കുറച്ചുകൂടി വിശദമായി ഇത് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരൊക്കെ തമ്മിലുള്ള വലിയ ഈഗോ ക്ലാഷും ഇതിനിടക്കുള്ള ഗ്രൂപ്പും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം ആണ്. മനസ്സിലായി? ഇപ്പൊ ഈ ബി അശോകിന്റെ കീഴിൽ തന്നെ എനിക്ക് മറ്റേ ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നതാണ് ഈ പറഞ്ഞ പോലെ പ്രശാന്ത്. അപ്പൊ അത്തരത്തിൽ ഇവരുടെ ഇടക്കുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ആർക്കാണ് പ്രാമുഖ്യം കിട്ടുക, ഈ മുഖ്യമന്ത്രി ആരോടൊപ്പമാണ് നിൽക്കുക എന്ന് പറയുന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട്. അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. എല്ലാ IPS-ലും IAS-ലും ഒക്കെ സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൽ ഇവർ കുറച്ചുകൂടി രൂക്ഷമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഇനി ഏറ്റവും ഒടുവിലത്തെ ഒരു കഥ കൂടി പറയാം. ഇത് നമുക്ക് വിശ്വസിച്ച് പറയാൻ പറ്റാത്ത കാര്യം, ഇന്നലെ ബി അശോക് സ്മൃതി പരുത്തിക്കാടിന്റെ ചർച്ചയിൽ വന്നിരുന്നു. ആ ചർച്ചയിൽ വന്നപ്പോൾ സ്മൃതി ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അശോക് ചൂടാവുകയാണ് ചെയ്ത്.
എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ മോശപ്പെട്ട രീതിയിലൊന്നും ഗവൺമെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്റെ തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് പോൾ മുഴുവൻ വന്നപ്പോഴത്തേക്കും എന്തായാലും ഇത് പോണേന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഒന്നുകൂടി നോക്കിയപ്പോഴായിരിക്കും, കാരണം അദ്ദേഹം ബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, നല്ല വിവരമുള്ള ഒരാളാണ്, അദ്ദേഹം ഒന്നുകൂടി നോക്കിയപ്പോഴായിരിക്കും, പിന്നെ രണ്ടാമത്തത് ഈ പറയുന്ന ടുഡേസ് ചാണകെ കൂടി വന്നപ്പോഴായിരിക്കും ഇനി എങ്ങാനും പോയില്ലെങ്കിലോ അതൊക്കെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. അതൊക്കെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ തള്ളിക്കളഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന ഒരു നോഷൻ ഉണ്ടല്ലോ, വീണ്ടും തിരിച്ചു വന്നാലോ എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഇത് ഇപ്പൊ ജേക്കബ് തോമസിന്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, പുള്ളി ഒരു ഫാക്ടറിയിൽ CMD മാനേജിംഗ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. എന്നിട്ട് പുള്ളി അതിന്റെ സൈഡിൽ തന്നെ പാവരിച്ച് കിടന്നുറങ്ങുന്നു. പുള്ളി അത് റീൽസ് ആക്കിയിട്ട് സ്റ്റോറി ആക്കിയിട്ട് എടുത്ത് എന്ത് ചെയ്തു, ഇടുന്നു, വൈറലാകുന്നു. അപ്പൊ ഇനി അദ്ദേഹം അഴിമതി രഹിതമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ടെന്നുള്ളത് കറക്റ്റ്. പക്ഷെ ജോമോൻ പുത്തമ്പരക്കലിലേക്ക് വിഖ്യാതമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ മുഴുവൻ ഞാൻ പറയുന്നില്ല വിസ്താരഭയം കൊണ്ട്. അപ്പൊ അതില് അദ്ദേഹമാണ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിജിലൻസ് ഡയറക്ടറായിട്ടിരിക്കും വിജിലൻസ് എൻക്വയറിക്ക് അനുമതി നിഷേധിച്ചത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളും അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേരിലും ഒരുപാട് അഴിമതി ആരോപണങ്ങളുണ്ട്. ഈ ജേക്കബ് തോമസിന്റെ പേരിൽ അതൊന്നും ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും ഞാൻ അറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പേടി എന്താണെന്ന് വെച്ചാൽ, മാധ്യമങ്ങളും അതുപോലെ തന്നെ കുറെ ആളുകളും വളരെ നിഷ്കളങ്കരും നിഷ്പക്ഷരുമാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെ ഉയർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മുന്നിൽ 3 വട്ടം ആലോചിക്കണം എന്നുള്ളതാണ് ജനത്തിനോട് എനിക്ക് പറയാനുള്ളത്. ഒരു നരേറ്റീവിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾ എന്ത് ചെയ്തു പോകും, ബിൽഡ് ചെയ്ത് പോകും, പെട്ടുപോകും. എനിക്ക് പറഞ്ഞ ഈ പ്രതിച്ഛായ എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടു. അതിൽ എനിക്ക് ഒരു ഡയലോഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബാക്കിയൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രതിച്ഛായയിൽ നിവിൻ പോളി പറയുന്ന കാര്യമുണ്ട്, ഇപ്പൊ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമാണുള്ളതെന്നാണ്. അത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഇപ്പൊ ബിഗ് ബോസിന്റെ താരങ്ങൾ എന്തുകൊണ്ട് ഇതുപോലെ ആവുന്നു വെച്ചാൽ വ്യക്തികളല്ല, അവരുടെ ഒരു പ്രതിച്ഛായ ബിൽഡിംഗ് ആണ് നടക്കുന്നത്. ആ പ്രതിച്ഛായ ബിൽഡ് ചെയ്താൽ പിന്നെ എല്ലാം ഓക്കെ, മുന്നോട്ട് പോകും.